ഗ്രഹയോഗങ്ങളെക്കുറിച്ച് നേരത്തെ വീഡിയോകൾ ഇട്ടിരുന്നു. അതൊന്ന് നോക്കിക്കോണേ. എളുപ്പം ഒന്ന് പറയുകയാണെങ്കിൽ, 2 ഗ്രഹങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ, ഇപ്പോൾ ഈ ജാതകത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ബുധനും രവിയും അടുത്താണ്, കുജനും കേതുവും അടുത്താണ്, ഒരേ രാശിയിലാണ്. അത് ഡിഗ്രി കൂടി അടുത്ത് വരുന്നുടനെ ഇവ മറ്റൊരു ഗ്രഹത്തിന്റെ സ്വഭാവമായിരിക്കും കാണിക്കുന്നത്. അതായത് ഒരു പുതിയ ഗ്രഹം രൂപപ്പെടുന്നത് പോലെയാണ്. ഇതൊരു അടിസ്ഥാന തത്വമാണ്. അപ്പോൾ ആ ജാതകത്തിന്റെ ഫലങ്ങളെല്ലാം മാറുകയാണ്. ചിലർ കാണാൻ ഇപ്പോൾ 10ൽ രവി നിൽക്കുന്നു, അതിന്റെ ഫലമായിരിക്കും പറയുക. പക്ഷെ രവിയായിട്ടല്ല നിൽക്കുന്ന, രവിയും ബുധനുമായിട്ട്. അല്ലെങ്കിൽ 5ൽ കുജൻ നിൽക്കുന്നു, അതിന്റെ ഫലം പറയുമ്പോൾ കുജനും കേതുവും കൂടെ ചേരുമ്പോൾ ഒരു പുതിയ ഗ്രഹമായിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അത് ഈ ജാതകം നോക്കുന്നതിൽ വളരെ പ്രധാനമാണ്. പലരും പറയുന്നത് തെറ്റുന്നത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. കുജന്റെ കൂട്ടത്തിൽ രാഹുവോ കേതുവോ നിൽക്കുമ്പോൾ അതിനെ പിശാച യോഗം എന്നാണ് പറയുക. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ആ വ്യക്തിക്ക് ദേഷ്യമൊക്കെ ഇച്ചിരി കൂടുതലായിരിക്കും, പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിക്കുന്ന അങ്ങനത്തെയൊക്കെയുള്ള ഒരു സ്വഭാവമുള്ള വ്യക്തിയായിരിക്കുമെന്ന്. ഈ പിശാച യോഗം എന്തുവാണ്, എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ, നമ്മൾ ആ വ്യക്തിയെ തൊടുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് പിശാച യോഗമുണ്ടോ എന്നെങ്ങനെ മനസ്സിലാക്കും? ആ വ്യക്തിയെ നമ്മളൊന്ന് തൊട്ടു നോക്കണം. അപ്പോൾ ആ വ്യക്തിക്ക് എപ്പോഴും ഒരു ചൂടായിരിക്കും, തണുപ്പേ വരത്തില്ല, ചൂടായിരിക്കും. അങ്ങനെയുള്ള വ്യക്തിക്ക് ആ പിശാച യോഗം എന്ന് പറയുന്ന യോഗമുണ്ട്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ട് ചിലർക്ക് മാറാറുണ്ട്. അപ്പോൾ ഈ യോഗം കാണുമ്പോഴേ നമ്മളങ്ങ് ഭയപ്പെടുകയൊന്നും ചെയ്യരുത്. കാരണം ഓരോ ഭാവത്തിൽ ഈ യോഗം വരുമ്പോഴും ഓരോരോ ഫലങ്ങളായിരിക്കും. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ കുജൻ അല്ലെങ്കിൽ ആ മെയിൻ ഗ്രഹം ഏത് രാശിയുടെ അധിപനാണ്, അല്ലെങ്കിൽ ഏത് ഭാവത്തിന്റെ അധിപനാണെന്ന് നോക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വെച്ചാൽ നമ്മളൊരു കൺക്ലൂഷനിൽ എത്താവും. പൊതുവായ കാര്യങ്ങളാണ് പറയുന്നത്. അത് ഭയപ്പെടുകയൊന്നും ചെയ്യത്തക്ക രീതിയല്ല എടുക്കേണ്ടത്. ജ്യോതിഷത്തെ നമ്മളൊരു ശാസ്ത്രമായിട്ട് മാത്രമേ സമീപിക്കാവൂ, ഭയത്തോടുകൂടി സമീപിക്കരുത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഈ ജ്യോതിഷത്തിൽ വരുന്നതല്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു പ്യുവർ ശാസ്ത്രമാണ്. അതായത് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒരു മനുഷ്യന്റെ രോഗം കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ശാസ്ത്രമാണ്. അപ്പോൾ വൈദ്യശാസ്ത്രം ഇവിടെ എല്ലാം പരാജയപ്പെടുമ്പോൾ അത് ശാസ്ത്രമല്ലാതാവുന്നുണ്ടോ? അല്ല. അപ്പോൾ ഈ കുജ കേതു യോഗം വരുമ്പോൾ നമ്മുടെ ശരീരത്തിനൊരു ചൂടായിരിക്കുമല്ലോ അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ അംശത്തെ അത് ഇങ്ങനെ ആവിയാക്കിക്കൊണ്ടേ ഇരിക്കും. അത് അന്നേരം നമുക്ക് ആ ഒരു ഇമോഷണൽ ഇൻബാലൻസ് എന്ന് പറയത്തില്ലേ, ഒരു മാനസികമായിട്ടുള്ള സംഘർഷങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ആഗ്നേയരാശികളിലാണ് ഇങ്ങനെ ഒരു യോഗം ഉണ്ടാകുന്നെങ്കിൽ ചിലപ്പോൾ എഫക്റ്റ് കൂടിയിരിക്കും. ജലരാശികളിലാണെങ്കിൽ കുറഞ്ഞുമിരിക്കും. അങ്ങനെയുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഈ കുഞ്ഞിന് ഭയങ്കരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരിക, പിന്നെ പ്രത്യേകിച്ച് രക്തസംബന്ധമായും ചർമ്മ സംബന്ധമായിട്ടും ഒക്കെയുള്ള അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇതിന്റെ എഫക്റ്റ് ഉണ്ടെന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. ഇവർ വാഹനമൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. അതായത് ഈ ജാതകത്തിൽ തന്നെ ഇങ്ങനെ ഇതിനെ കുറയ്ക്കുന്ന ചില യോഗങ്ങളുണ്ടല്ലോ. ഇപ്പം കാളസർപ്പമൊക്കെ യോഗമൊക്കെ ഉള്ള ജാതകത്തിലാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഫലങ്ങളായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഈ ദോഷം വളരെയധികം അങ്ങ് കുറഞ്ഞു പോകും. അങ്ങനെ ഒരു നല്ല ഫലവും ഈ കാളസർപ്പ ദോഷത്തിനുണ്ടേ. അപ്പോൾ പറഞ്ഞു, ആദ്യം നമ്മൾ ഗ്രഹയോഗമുണ്ടോ എന്നാണ് ഒരു ജാതകം നോക്കുമ്പോഴേ ഗ്രഹയോഗമുണ്ടോ എന്ന് നോക്കണം. ആ ഗ്രഹയോഗമുണ്ടെങ്കിൽ പിന്നീട് നോക്കേണ്ടത് ഗുരുവിന്റെ ബലമാണ്. അപ്പോൾ പിന്നെ ഇതിനകത്തിലോട്ട് ആ ഗുരുവിന്റെ ദൃഷ്ടിയുണ്ടോ, ഇതെല്ലാം നമ്മൾ നോക്കണം. വേറെ ഏതെങ്കിലും ഗ്രഹത്തിന്റെ ദൃഷ്ടിയുണ്ടോ എന്നും കൂടെ നോക്കണം. അതിനെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിലും വ്യത്യാസം വരുമേ. അതുകൊണ്ട് ഒരു ഗ്രഹയോഗം കാണുമ്പോഴേ നമ്മൾ എടുത്തിയാടി തീരുമാനമെടുക്കരുത്. മറ്റുള്ള കാര്യങ്ങളും കൂടെ വിശകലനം ചെയ്യണം. ഒരു ജാതകം കാണുമ്പോൾ ആദ്യം നമ്മൾ ഗ്രഹയോഗം നോക്കണം. അത് കഴിഞ്ഞിട്ട് ആ ഗ്രഹയോഗം കണ്ടു കഴിഞ്ഞാൽ ആ ഗുരുവിന് അതിനുള്ള സ്വാധീനം നമ്മൾ നോക്കണം. അതിനനുസരിച്ചും ഫലം വ്യത്യാസം വരും. അഥവാ ഗുരു എങ്ങാണം നീചസ്ഥിതിയിലോ അല്ലെങ്കിൽ ഗുരുവിന് ബലക്കുറവോ വല്ലതും ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ജാതകനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും തിന്മയിലേക്ക് ആകൃഷ്ടനാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെയാണെങ്കിൽ ദുസ്വപ്നങ്ങളൊക്കെ കാണുക, അസ്തമയത്തിന് ശേഷം വേറൊരാളായിട്ട് അങ്ങ് മാറുക, അതായത് ഡ്യുവൽ പേഴ്സണാലിറ്റി ഒക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ കാണിക്കുക. പിന്നെ ആണെങ്കിൽ ഉറക്കത്തിലൊക്കെ വ്യത്യാസം വരും. ചിലരാണെങ്കിൽ ഒരുപാട് സമയം അങ്ങ് ഉറങ്ങുന്നവരായിരിക്കും, ചിലർ അത്രയൊന്നും ഉറങ്ങത്തില്ല.
കുജൻ നമ്മുടെ ജാതകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രഹമല്ലേ. അതിനെ കേതു ബാധിക്കുമ്പോൾ ഈ കേതു എല്ലാത്തിനും തടസ്സം വരുത്തുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ കുജന്റെ കാരകത്വങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും നോക്കിക്കോണേ. അതിനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് അതിൻ്റെ ആ പവർ കുറയ്ക്കുന്നതായിട്ട് തോന്നും. അതായത് നമുക്ക് ജോലിയൊക്കെ ചെയ്യുമ്പോൾ വളരെ പതുക്കെ ആയിരിക്കും ചെയ്യുക, അത്ര ഉറക്കെ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ആ കുജൻ്റെതായിട്ടുള്ള ആ എനർജി, കുജൻ നൽകുന്ന എനർജിയൊക്കെ കുറയുന്നതായിട്ട് നമുക്ക് കാണാം. അവരുടെ ആ പ്ലാൻ അനുസരിച്ച് അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് മാറ്റി 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 വെക്കുകയല്ലേ, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രവണത. എല്ലാത്തിനും ഒരു ധൈര്യക്കുറവ് കാണും ഇവർക്ക്. പെട്ടെന്ന് പിന്മാറാനുള്ള ഒരു പ്രവണത കാണും. രക്തദോഷങ്ങളൊക്കെ ഒരുപാട് കാണുമെന്ന് പറഞ്ഞില്ല, അതുപോലെ ചർമ്മവ്യാധികളൊക്കെ. കുഞ്ഞുനാളിലെ ക്ഷമിക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് വളർത്തിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒന്നിലും ഒരു തൃപ്തി ഉണ്ടായിരിക്കത്തില്ല. എല്ലാത്തിനെയും ഒരു വിമർശിക്കുന്ന ഒരു സ്വഭാവം കാണും. എല്ലാത്തിനെയും സംശയദൃഷ്ടിയോടെ നോക്കുകയുള്ളൂ. അവരെന്തോ വലിയൊരു സംഭവമാണ് എന്നാണ് അവരുടെ ഒരു ധാരണ. അത് അങ്ങനെ മറ്റുള്ളവരിലെ അടിച്ചേൽപ്പിക്കാൻ ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ പ്രോബ്ലംസ് സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെയാണെങ്കിൽ ഇവരുടെ വസ്തുവകകൾ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞുനാളിലെ തൊട്ടേ ഈ കുടുംബത്തിൻ്റെ ചുമതലകളൊക്കെ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം പലർക്കും ഉണ്ടാകാറുണ്ട്. ഇവർ കോപം അടക്കി വെക്കരുത്, അത് എങ്ങനെയെങ്കിലുമൊക്കെ പ്രകടിപ്പിക്കണം, അല്ലെങ്കിൽ അത് ഒരു വലിയ പൊട്ടിത്തെറിച്ച് അങ്ങനെയൊക്കെ പെരുമാറാനുള്ള സാധ്യതയുണ്ട്. അതിന് ഏറ്റവും നല്ല വഴിയെന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യുക തന്നെയാണ്, നല്ല കഠിനമായ എക്സസൈസുകൾ. ഇവർ മടിയന്മാരായിട്ട് ഇരിക്കാൻ നമ്മൾ അനുവദിക്കുകയേ ചെയ്യരുത്. ആ വീട്ടിൽ തന്നെ എക്സസൈസ് ചെയ്യാനുള്ള അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈക്ലിങ് അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വീട്ടിൽ തന്നെ വയ്ക്കാവുന്ന അങ്ങനെയൊക്കെയില്ലേ, അങ്ങനെയൊക്കെയുള്ള എക്സസൈസ് നല്ല കഠിനമായിട്ട് എക്സസൈസ് ചെയ്യത്തക്കുള്ള സാഹചര്യം നമ്മൾ ഒഴിവാക്കി കൊടുക്കണം. അതുപോലെ സ്റ്റെപ്പ് കയറുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും ഏത് വർക്ക് ചെയ്യുമ്പോഴും നല്ല കോൺസെൻട്രേഷൻ അവിടെ ചെയ്യാനും വേണ്ടി നമ്മൾ കുഞ്ഞുനാളിൽ തൊട്ടേ ഇവരെ പരിശീലിപ്പിക്കണം. ആ കോൺസെൻട്രേഷൻ ഇല്ലായ്മ ഇവരുടെ ഒരു പോരായ്മയാണ്. അതായത് ഒരു തണുത്തുറഞ്ഞിരിക്കുന്ന എനർജിയെ നമ്മളൊന്ന് ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. അതുപോലെ തീ, കരണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴും വളരെയധികം സൂക്ഷിക്കണം. കുജൻ എന്ന് പറയുമ്പോൾ എനർജി നമുക്ക് ഏറ്റവും തരുന്ന ഗ്രഹമല്ലേ. അപ്പോൾ ആ കുജനെ കേതു ബാധിക്കുന്നുണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ മടിച്ചിരിക്കാൻ നമ്മൾ അനുവദിക്കുകയേ ചെയ്യരുത്. കുഞ്ഞുനാളിൽ തൊട്ടേ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ശീലിപ്പിക്കുക. എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കുജന്റെയും കേതുവിൻ്റെയും ദശാകാലങ്ങളിലാണ്. മഹാദശാകാലങ്ങളിലും അപകാരകാലങ്ങളിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ചാരവശാൽ ഈ ഗ്രഹങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾ നിൽക്കുമ്പോഴാണ്. ഇവർക്ക് എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ അങ്ങ് ഒഴിവാക്കണം. എന്ന് പറഞ്ഞാൽ ഈ ലൗകിക കാര്യങ്ങൾ, ലോകത്തിൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ അവരുടേതായിട്ടുള്ള ഒരു ലോകം സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ രാശിക്കനുസരിച്ചും ഓരോ ലഗ്നത്തിനനുസരിച്ചും ഒക്കെ ഈ ഫലങ്ങൾ, ഏത് ഭാവത്തിലാണ് ഇവ നിൽക്കുന്നതിനനുസരിച്ചും ഒക്കെ ഈ ഫലങ്ങളിൽ വ്യത്യാസം വരും. രണ്ട് ഗ്രഹങ്ങൾ യോഗത്തിൽ നിൽക്കുമ്പോൾ ഏത് ഗ്രഹത്തിനാണോ ബലം കൂടുതൽ ആ ജാതകത്തിൽ ആ ഗ്രഹത്തിൻ്റെ ഫലങ്ങളായിരിക്കും കൂടുതൽ കാണിക്കുക. അത് നമ്മൾ ഓർക്കണം. ഇത് കേന്ദ്രങ്ങളിലാണെങ്കിൽ സർപ്പയോഗം ആയിരിക്കുമെന്നും പറഞ്ഞില്ല. അപ്പോൾ ഈ കുജ കേതു യോഗത്തിന്റെ ഒരു ചില പ്രത്യേക സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ഇവർ പെട്ടെന്ന് അങ്ങ് നിരാശരാകും. അതുപോലെ ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് പോയി ചാടാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിൽ, അതുപോലെ മതപരമായ കാര്യങ്ങളിൽ ചിലരാണെങ്കിൽ. പക്ഷേ കണക്ക്, എഞ്ചിനീയറിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ വളരെയധികം കോപം വളരെ കൂടുതലായിരിക്കും. അതുപോലെ വയലൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പെട്ടെന്ന് നിരാശരാകുകയും ചെയ്യും. എല്ലാത്തിനും അങ്ങ് പറ്റില്ല എന്നൊരു ചിന്താഗതി പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അങ്ങ് ഭയങ്കര ഫാസ്റ്റായിട്ടായിരിക്കും, ചിലപ്പോൾ അങ്ങ് ശ്രദ്ധയില്ലാതായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അതുപോലെ ടെക്നിക്കലായിട്ടൊക്കെയുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് കൂടാനും ഇത് സഹായിക്കും. അപ്പം ജീവിതത്തിൽ ഉയരത്തിലെത്തണം എന്നൊരു ചിന്തയുണ്ടാകാനും ഈ യോഗം
സഹായിക്കും. അപ്പോൾ ചില നല്ല ഗുണങ്ങളുമുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ഓം നമഃ ശിവായ.